ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തവർക്ക് മീൻസ് ലാസ്റ്റ് വീക്ക് ഞായറാഴ്ചയ്ക്ക് മുന്നേ ഓർഡർ ചെയ്തവർക്ക് ഈ ആഴ്ച നമ്മൾ അയക്കാമെന്ന് പറഞ്ഞിരുന്നു ദൂരോട്ടൊക്കെ ഉള്ളത്. ബട്ട് ഈ ആഴ്ച നമ്മൾ അയക്കുന്നില്ല. ആ ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അതിന് കാരണവും പിന്നെ കുറച്ച് ഗപ്പീസിന് നമുക്ക് പുതിയതായിട്ടുള്ള കുറച്ച് 2-3 ഉണ്ട്. അത്യാവശ്യം ലൈറ്റ് കുറച്ച് ഡിമ്മാണ് ഈ ഒരു ടൈമിൽ. എന്നാലും ഞാനത് കാണിച്ചു തരാം. റെഡ് ഡ്രാഗനൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം വീഡിയോയിൽ. അപ്പോൾ കുറച്ച് ടിപ്സ് ഒന്ന് ഷെയർ ചെയ്ത് ചേട്ടാന്ന് പറഞ്ഞാൽ ഗപ്പിയുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പലതും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് എത്തിയിട്ടുള്ളത്, അപ്പോൾ നിങ്ങളിപ്പോൾ ഗപ്പീസൊക്കെ എല്ലാവരും വളർത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഫീഡ് ഏതാണ്, ഇത് ഏതൊക്കെ ടൈമിൽ നമുക്ക് കൊടുക്കാം, അതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി എത്തിയത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഫീഡ് നമ്മളെ പ്രിൻസ് വൈനാണ്. പ്രിൻസ് വൈൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കിട്ടും, പെട്ടെന്ന് ഡിസീസ് ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് പറഞ്ഞു തരാൻ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ്. ഓക്കെ, അത് ഫുഡിൻ്റെ കാര്യത്തിൽ. ഫുഡ് പിന്നെ നിങ്ങൾ ഒരു നേരം 2 നേരം കൊടുക്കുകയാണെങ്കിൽ ഒരു നേരം ലൈഫ് ഫീഡ് കൊടുക്കുക, വേറൊരു സമയത്ത് നിങ്ങൾക്ക് മോയിനി എന്തെങ്കിലും ഫീഡ്. ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് പറഞ്ഞിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അതായി ഫീഡിൻ്റെ കാര്യമായി. പെട്ടെന്ന് പറഞ്ഞുതരാം, ഫീഡായി. പിന്നെ അടുത്ത് നിങ്ങൾക്ക് വളർത്താൻ വേണ്ടി പറ്റിയത് ഒന്ന് ഇതുപോലത്തെ ഫ്രിഡ്ജ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് അത്യാവശ്യം കുറച്ച് എമൗണ്ട് ചിലവാക്കാൻ ഉണ്ടെങ്കിൽ ഒരു ഒറ എന്തെങ്കിലും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ടാർപ്പ യൂസ് ചെയ്യാം. ഓക്കെ, അത് ഇത്രയായി ടാങ്കിൻ്റെ കേസ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള കാര്യം, ഓവർ നിങ്ങൾ 300, 400, 500 കൂടിയ എമൗണ്ടിനുള്ളതെന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണലി നിങ്ങൾ മേടിച്ച് ഓവർ എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സഹായിച്ചു, ഇതുപോലെ സെയിൽ ചെയ്യുന്നവരൊക്കെ സഹായിച്ചു. നല്ല എമൗണ്ടൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാൻ കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, ശരിയാണ്, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഒരു 500, 600 അതിന് മുകളിലുള്ള ചില വെറൈറ്റീസും ഉണ്ട്. അത് മേടിക്കാണ്ടെന്നല്ല, മേടിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മേടിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മേടിക്കില്ല. മാക്സിമം ഞാൻ ഒരു 300 റേഞ്ചിനകത്ത് വരുന്നതൊക്കെയാണ് ഞാൻ മേടിക്കുന്നത്. അത് പോയിട്ട് ഒരു വെറൈറ്റി മാത്രം എടുക്കാൻ വേണ്ടി ഒരു പേരൊക്കെ എടുത്തിട്ട് ഞാൻ അതിനെ സെറ്റ് ചെയ്ത് കുറേ ആക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ അത് ഒരുമിച്ച് ബൾക്ക് എടുക്കാറില്ല. ബൾക്ക് ഞാൻ എടുക്കുന്ന ഒരു 50, 100 ആ റേഞ്ചിനകത്തൊക്കെ കിട്ടുന്നതൊക്കെയാണ് ഞാൻ കൂടുതൽ ബൾക്ക് എടുത്തിടാറുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിപ്പോൾ ഇതിലേക്ക് വന്നതിന് ശേഷം പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ഇതിനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പോകരുത്. കളഞ്ഞിട്ട് പോകാൻ നിങ്ങൾക്ക് മനസ്സിൽ ഐഡിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലത്തെ കുറച്ച് ഡബ്ബുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. നമ്മളതിൽ ഡബ്ബൊക്കെ സെയിലുണ്ട്. പിന്നെ 1-2 ആമ്പൽ മേടിച്ച് നടുക. നമ്മളെ കയ്യിൽ ആമ്പലുണ്ട്, നിങ്ങൾക്ക് വേറെ എവിടെ നിങ്ങൾ വേണമെങ്കിൽ മേടിക്കുക. അല്ലെങ്കിൽ വാട്ടർ പോപ്പി 50 രൂപയുള്ള വാട്ടർ പ്ലാന്റ്സ്, ആ പ്ലാന്റ് നിങ്ങൾ മേടിച്ചതിന് ശേഷം ഒന്നിൽ നട്ട് വയ്ക്കുക. നിങ്ങൾ വീട്ടിലോ ഇല്ല, നിങ്ങൾ എവിടെയെങ്കിലും ദൂരോട്ട് പോവുകയാണ്, പഠിക്കാൻ എവിടെയെങ്കിലും എന്തെങ്കിലും പിന്നെ പോകുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഇതിനെ കെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത് മനസ്സിൽ നിങ്ങൾ വച്ചേക്കുക. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾ ഏതൊക്കെ വെറൈറ്റി നിങ്ങളുടെ കയ്യിലുണ്ടോ ആ വെറൈറ്റി എടുക്കുക. ഇതുപോലത്തെ ഒരു പ്ലാന്റ് ചെയ്യുക. പ്ലാന്റ് ഇപ്പോൾ ഒരു ആമ്പലോ ഒന്നിൽ നട്ട് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നിങ്ങളൊരു വെറൈറ്റി ഇടുക. കുറേ വെറൈറ്റി ഉണ്ടെങ്കിൽ ഒരു 3-4 എണ്ണത്തിൽ സെറ്റ് ചെയ്ത് ഓരോ വെറൈറ്റീസ് ഇട്ടിട്ട് പോവുക. ജസ്റ്റ് ഒരു വെള്ളം നിങ്ങൾക്ക് വല്ലപ്പോഴും നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ വീട്ടിലെത്തുമല്ലോ, എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യത്തിന് വെള്ളം ഒന്ന് നിറയ്ക്കാൻ പറഞ്ഞാൽ മതി. ഫീഡ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, മീൻ സുഖമായിട്ട് അതിനകത്ത് കിടന്നോളും. കൊക്കൊന്നും പിടിച്ചുകൊണ്ട് പോവില്ല. ഇലയൊക്കെ ഇത്ര ഉള്ളതുകൊണ്ട് കൊക്ക് പിടിച്ചുകൊണ്ട് പോയാലും ബാക്കി 1-2 അവിടെ കിടന്ന് വീണ്ടും സെറ്റായി വരും. നിങ്ങൾ വീണ്ടും അടുത്ത് വരുന്ന ടൈമിൽ സാധനം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു മെത്തേഡിലായിരിക്കും സംഭവം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ അടുത്ത് പറഞ്ഞ് നമുക്ക് റെഡ് ഡ്രാഗൺ ഉണ്ട്. റെഡ് ഡ്രാഗൺ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റെഡ് ഡ്രാഗൻ്റെ നമ്മളതിൽ കിടപ്പുള്ളത് ജസ്റ്റ് ഇതിവിടെ കാണിച്ചു തരാം. ഇതാണ് റെഡ് ഡ്രാഗൺ. അത്യാവശ്യം ലൈറ്റ് കുറച്ച് കുറവാണ്. കണ്ട, ഇത് റെഡ് ഡ്രാഗനാണ്, വിത്ത് ഇയറുള്ള റെഡ് ഡ്രാഗനാണ്. കണ്ട, ഇതിനെ നമുക്ക് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് കുറച്ച് സമയമായിപ്പോയി. സമയം എടുത്ത് എന്നിട്ടാണ് ഈ താഴെ എത്തിയത്. സോ അതാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് റെഡ് ഡ്രാഗൺ. പിന്നെ നമ്മളതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ റെഡ് ഡ്രാഗൺ ഞാൻ പുതിയതായിട്ട് കുറച്ചുള്ളത്, അതിലിപ്പോൾ സാധനം സ്റ്റോക്ക് ഉണ്ട്, സെയിലിനൊക്കെ ഉണ്ട്. എന്നാലും റെഡ് ഡ്രാഗൺ പിന്നെ അതാ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് ഞാനിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഓഫർ വീഡിയോ ചെയ്തപ്പം ഇത് വേറെ ആൾക്കാർ പുറത്ത് കൊടുക്കുന്ന റേറ്റ് 250 300 ഞാൻ കൊടുത്തത്. ഈ ഫിഷ് നിങ്ങൾക്കറിയാം, എന്നെ മേടിച്ചവർക്കറിയാം, ഞാൻ കൊടുത്തത് വെറും 50 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്. നമ്മളിപ്പോൾ ഞാൻ മാക്സിമം ലാഫോ എന്നുള്ള ഒരു കൺസെപ്റ്റിലല്ല ഞാൻ ഈ ഫിഷ് ചെയ്യുന്നത്. മീൻസ് ഞാൻ ഇത് മെയിനായിട്ട് ആമ്പലാണ്. ആമ്പലിൽ ഞാൻ ഓവർ ലാഫോ എടുക്കാറില്ല. എൻ്റെ ഇത് വന്ന് മേടിക്കുന്നവർക്കറിയാം, ഞാൻ 100 രൂപ, ഒരു 100-200 ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്കും ഈ സാധനങ്ങൾ മേടിക്കണം, എല്ലാം ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്കുണ്ട്. സോ അതുകൊണ്ട് സാധാരണക്കാർക്ക് പറ്റുന്ന റേറ്റാണ് ഞാൻ മാക്സിമം എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എനിക്കിതിൽ നിന്ന് വലിയ എമൗണ്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഇതില്ല. ബട്ട് എന്നാലും നിങ്ങളിതുപോലെയൊക്കെ കുറേ ആൾക്കാരോട് സംസാരിക്കാൻ, കുറേ ആൾക്കാർ എന്നെ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം. അതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വെറൈറ്റീസ് എനിക്ക് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ പലരും എത്തിക്കുന്ന റേറ്റ് കാണപ്പോൾ ഞാൻ കൊടുക്കുന്ന റേറ്റ് കണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പറയാം, എടാ നമ്മളൊക്കെ ഈ ഒരു 150 മുകളിൽ പിടിച്ച് ആരെങ്കിലും മേടിക്കുമോ? പക്ഷേ ചിലർക്കെന്ന് പറഞ്ഞാൽ 250, ഞാൻ ആരെയും പേഴ്സണലി പറയുന്നില്ല, ചിലർ 300 റേറ്റ് പറയുന്ന ഒത്തിരി പേരുണ്ട്, എനിക്കറിയാമെന്നുള്ള. അത് എൻ്റെ വന്ന് കസ്റ്റമേഴ്സ് വാങ്ങുന്ന ആൾക്കാർക്കും അവർ വിചാരിക്കുക എനിക്കറിയില്ലെന്നല്ല, നമുക്കറിയാം. നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യത്തിലും ഞാനും പല ഗ്രൂപ്പ്സിലും എല്ലാത്തിലും ഉള്ളത് തന്നെയാണ്. 250, 300 പല റേഞ്ചിനുണ്ട്. ഞാനും ആ റേറ്റിനിട്ടാൽ വാങ്ങില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്നവരുണ്ട്, ഇല്ല എന്നല്ല. ഞാനൊരു 300-നും 400 ഇട്ടാലും സാധനമൊക്കെ പോകും. പക്ഷേ
നമുക്ക് അവിടെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് പിന്നെയും കസ്റ്റമേഴ്സിനെ നമുക്ക് നിലനിർത്താൻ പറ്റില്ല. കാരണം ഈ ഒരു ടൈമിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ സാധനം അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും എടുക്കും. പക്ഷേ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻ കേസ് അത്യാവശ്യം കുറച്ചുകൂടെ കഴിഞ്ഞു പോകുന്ന ഒരു ടൈം ആയപ്പോലും റേറ്റ് കുറച്ച് കൊടുക്കുന്ന ആളിനെ എപ്പോഴും എല്ലാവർക്കും മനസ്സിലുണ്ടാവും. ഇന്നൊരാൾ റേറ്റ് കുറച്ചെന്ന് ഓക്കെ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനലെങ്കിൽ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ പിന്നെ വന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ടെൻഡൻസി ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ പറഞ്ഞത് നമ്മൾ ആ ഫീഡിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ടാങ്ക് നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത്, മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം കൂടി വെറൈറ്റി എടുക്കുകയാണെങ്കിൽ മഴ നനയാത്ത രീതിയിൽ സെറ്റപ്പ് ചെയ്യണം. ഞാൻ ഈ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മെത്തൽ എന്തെങ്കിലും ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിൽ ഉള്ളതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ അല്ലാതെ മഴ വലിയ പ്രശ്നം ആവാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാന്റ് നിങ്ങൾ ചെയ്യുക. വാട്ടർ പോപ്പിയൊക്കെ പ്ലാന്റ് ഉറപ്പായിട്ട് അക്വറിയം ചെയ്യുന്ന ഒരു വാട്ടർ പോപ്പി പ്ലാന്റ് എങ്കിൽ നിർബന്ധമായിട്ട് വെച്ചേക്കുന്ന ഒരു വാട്ടർ പ്ലാന്റ്, നല്ല പൂവൊക്കെ തരുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഒരു മെത്തേഡ്, എന്തെങ്കിലും ഷെഡ് ഉണ്ടെങ്കിൽ വീടിനകത്ത് ഞാൻ ആ ഷെഡിനകത്ത് കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷെഡിനകത്ത് സെറ്റ് ചെയ്യുക മഴ നനയാത്ത രീതിയിൽ. അതിനകത്താണ് ഞാൻ കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഉറപ്പായിട്ട് മൊയിനെ നിങ്ങൾ വെച്ചേക്കണം. ലൈഫ് ഫീഡ് നിർബന്ധമാണ്. എന്നാൽ അത് നിർബന്ധം എടുത്ത് പറയാൻ കാരണം ലൈഫ് ഫീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എമൗണ്ട് റേറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും, ഫീഡിൽ കൊടുക്കാനുള്ള റേറ്റ്. ഓക്കെ, അപ്പോൾ ലൈഫ് ഫീഡ് വളരെ നിർബന്ധമാണ്. ലൈഫ് ഫീഡ് ഇപ്പോൾ മൊയിനെ ഇല്ല ചേട്ടാ, എനിക്ക് മൊയിന് 50 രൂപ മേടിക്കാൻ വയ്യ. വേറൊരു ഐഡിയ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരുന്നിട്ട് ആ വെള്ളത്തിൽ തവിടോ അല്ലെങ്കിൽ ചോറിൻ്റെ വേസ്റ്റോ എന്തെങ്കിലും എടുത്തിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ജസ്റ്റ് അതിലൊന്ന് കൊതു ഒന്ന് മുട്ടയിടും. അതിന് നമുക്ക് എടുത്തിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കതിന് മീനിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ കൂത്താടിയാവും എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം, ഐഡിയ പറഞ്ഞുതരാം. മൊയിനെ വാങ്ങാൻ പറ്റാത്തവർക്കുള്ള ഒരു ഐഡിയ ആണ്. ഫസ്റ്റ് ഒരു പാത്രം എടുക്കാം. ആ പാത്രത്തിൽ നിങ്ങൾ കുറച്ച് ഈസ്റ്റ് ഇടുക. ഈസ്റ്റ് വാങ്ങാനെങ്കിൽ പറ്റുമല്ലോ, കുറച്ച് ഈസ്റ്റ് മേടിച്ചിട്ട് ചിലർ പറയും ചേട്ടാ അതുപോലെ വാങ്ങാൻ പറ്റില്ല, എനിക്ക് വേണ്ട, അത് കെയർ കൊണ്ട് പോകാൻ വയ്യ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടല്ലേ, പൈസ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പാത്രം എടുത്തു, അതിൽ കുറച്ച് ഈസ്റ്റ് ഇടുക. ഈസ്റ്റ് ഇട്ട് 2 ദിവസം ഒന്ന് വച്ചിരിക്കും തന്നെ ഈസ്റ്റിൻ്റെ മുകളിൽ ഒന്ന് മുട്ടയിടും. ഈ മുട്ടയെ കളക്ട് ചെയ്ത് നിങ്ങൾ വേറൊരു പാത്രത്തിൽ എടുത്തതിന് ശേഷം നല്ല വെള്ളത്തിലെടുത്തിട്ട് ആ മുട്ട വെറുതെ വെള്ളത്തിലിട്ടേക്കാം. വെള്ളത്തിലിടുമ്പോൾ നമുക്കൊരു 3 ദിവസം, ആദ്യത്തെ ദിവസം തന്നെ വിരിയും മുട്ട. 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂത്താടി ഒരു കുഞ്ഞുവിന് സൈസാണ്. ആ 3ാമത്തെ ദിവസം നിങ്ങൾ എന്ത് എടുക്കുക, അതിനെടുത്ത് മീനൊക്കെ ഫീഡ് കൊടുക്കാം. മീനയ്ക്ക് ഭാരമായി സാധനം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല മെത്തേഡ് ചെയ്യാം. ഞാൻ ആ മെത്തേഡ് ഇടയ്ക്ക് ഫോളോ ചെയ്തിരുന്നു പണ്ടൊരു സമയത്ത്. ഇപ്പം പിന്നെ എനിക്ക് അത്രയും വലിയ രീതിയിൽ നോക്കാനൊക്കെ വയ്യ, സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ അതൊരു വലിയൊരു മെത്തേഡാണ്. മോയിനെ ഇല്ലാത്തവർക്കും നമുക്ക് ഫീഡ് കൊണ്ടുപോകാം, ലൈഫ് ഫീഡ്. പിന്നെ നമ്മുടെ ഈ കൂത്താടി ഞാൻ പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഈസ്റ്റുള്ള വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഫ്രഷ് വാട്ടർ ഇട്ടിട്ട് വേണം അത് എടുക്കാൻ കേട്ടാൽ. ഈസ്റ്റുള്ള വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ആ എഗ്ഗ് അതിൽ ലേ ആകുമ്പോൾ നല്ല വെള്ളത്തിലെടുത്ത് വയ്ക്കുക, വിരിഞ്ഞോളൂ അത്. ഓക്കെ, അപ്പോൾ നല്ല വെള്ളത്തിലിട്ട് ഇടുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസോ ഒന്നും വരില്ല, മീനും നല്ല രീതിയിൽ കഴിക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പോൾ അഴുക്ക വെള്ളത്തിൽ കിടക്കുന്ന കൂത്താടി എടുത്തുകൊണ്ട് നിങ്ങൾ അരിച്ച് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പലതരത്തിലെ മീനിന് ഡിസീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ തന്നെ കഴിക്കുന്ന ഫുഡ് നമ്മളിപ്പോൾ വവ്വാല് ചവച്ചതോ അല്ലെങ്കിൽ തറയിൽ വിടുന്നതിൻ്റെ അഴുക്കായതൊക്കെ നമ്മളെടുത്ത് കഴിക്കാറില്ലല്ലോ, എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതുപോലെ ഫിഷിന് നമുക്ക് അങ്ങനെ പല കാര്യങ്ങളുണ്ട്, അവർ കുറച്ച് കെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കുക. വരുന്ന വീഡിയോസ് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നത്, നമുക്ക് ഫീഡ് കെയർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ആഴ്ച അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം ഈ ആഴ്ച നമുക്ക് വിഷു ഇന്ന് ലീവായിരുന്നു, ഇനി പിന്നെ ദുഃഖ വെള്ളിയാഴ്ച ലീവാണ്. സോ തമിഴ്നാട് അങ്ങോട്ടൊക്കെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞത് ഈ ആഴ്ച അയക്കാൻ പറ്റില്ല. ഇനി വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മളിനി കൊറിയർ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടർന്ന് തന്നെ ഒത്തിരി ഒരു സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഗപ്പീസ് എല്ലാം ഇത്രയും കുറേ നമ്മൾ സെയിൽ ചെയ്ത എമൗണ്ടൊക്കെ എടുത്ത് എനിക്കിപ്പോൾ കുറച്ച് വേറൊരു കാര്യമൊക്കെ പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ തിരി പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ കുറച്ച് എമൗണ്ടൊക്കെ കുറച്ച് സെറ്റാക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എല്ലാത്തിനും ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തു, അതിന് വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയൊക്കെ റെഡി ആവുകയാണ്. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും, എന്നാലും മാക്സിമം നിങ്ങളൊക്കെ വിളിക്കാതിരിക്കുക, മാക്സിമം വാട്സപ്പ് ചെയ്യുക, മാക്സിമം ഞാൻ സപ്പോർട്ടൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളെ അത്യാവശ്യം വീണ്ടും കുറച്ച് ഓഫറൊക്കെ വരുന്നുണ്ട്. 100 രൂപയ്ക്ക് താഴെയാണ്. 250 ആളുകൾ വെക്കുമ്പോൾ ഞാൻ ഓഫർ 100 രൂപയ്ക്ക് താഴെ കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റേ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.